പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക സ്ഥിതി ചിലപ്പം നല്ല മെച്ചമായിരിക്കും, ചിലപ്പം മോശമായിരിക്കും. മോശമായിരുന്നാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടും പറയരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി നല്ലതാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും നമ്മളെ വട്ടമിട്ട് പറക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മളെ സാമ്പത്തിക സ്ഥിതി അറിയുമ്പോൾ പലർക്കും കുശുമ്പുകളിളവും കുന്നായ്മകളിളവും. അതുകൊണ്ട് അത് ഒരു കാരണവശാലും പറയരുത്. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാകുന്നു പോവും, നമ്മളിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ പോവും. അതുകൊണ്ട് അവരോടും പറയാതിരിക്കുക, ആരോടും പറയാതിരിക്കുക. ഇതാണ് വേണ്ടുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഏറ്റ കുറച്ച് അതായത് അഭിമാനക്കേട്, അതുപോലെ നമുക്ക് ദുഃഖങ്ങൾ, ഇത് ആരോടും പറയരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു കഴിയും തോറും നമുക്ക് അഭിമാനക്കേട് ഉണ്ടാവത്തതേ ഉള്ളൂ. 10 പേരോട് അവര് പറഞ്ഞിട്ട് ആ അഭിമാനക്കേട് നമുക്കുണ്ടാകും, ദുഃഖങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 2 കാര്യങ്ങളും പറയരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലുള്ള കാര്യങ്ങളും രഹസ്യങ്ങളും ഒരു കാരണവശാലും സുഹൃത്തിനോടാവട്ടെ വേറൊരു വ്യക്തിയോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് അവർക്കൊരു അവസരം വരുമ്പോൾ അത് തിരിച്ച് നമുക്കെതിരായിട്ട് അവർ പ്രയോഗിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിത പങ്കാളിയോടുകൂടി പറയരുത്. കാര്യം നമുക്ക് അത് നമ്മളെ ആ പദ്ധതിയിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പല കാര്യങ്ങളും അവർ പറയും. അതുകൊണ്ട് അത് പിന്നെ നമുക്കത് ദോഷമായിട്ട് പോയിക്കും. അതുകൊണ്ട് ആ വക കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ പറയരുത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോരായ്മകൾ ഒരിക്കലും ഒരു മനുഷ്യനോട് പറയരുത്. പോരായ്മകൾ സ്വന്തം ജീവിത പങ്കാളിയോടാവട്ടെ പറയരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചൊക്കെ നമ്മളെ ചൂഷണം ചെയ്യും ആൾക്കാർ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. എൻ്റെ ഒരു ചെറിയ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തരുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.